നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിലെ ജനകീയ ഹോട്ടലിന്റെ മേൽക്കൂര അപകടാവസ്ഥയിൽ. അന്തിക്കാട് കാഞ്ഞാണി റോഡിലേക്ക് ഇറങ്ങിയ പൊന്തക്കാടുകൾ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നു. പകർച്ചപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി. വാർത്തകൾ വിശദമായി. മണലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാഞ്ഞാണിയിലെ ജനകീയ ഹോട്ടലിന്റെ മേൽക്കൂര അപകടാവസ്ഥയിൽ. ചോർന്നൊലിക്കുന്ന രീതിയിലാണ് ഹോട്ടലും പരിസരവും. ഇതിനു സമീപമുള്ള കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റ് ടാങ്കിൽ നിന്നും മാലിന്യം പുറത്തേക്ക് വരുന്നതിനാൽ അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടതായി നാട്ടുകാർ ആരോപിച്ചു. കംഫർട്ട് സ്റ്റേഷനിലെ കക്കൂസ് ടാങ്ക് പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള വൻകാക്കാനിന്റെ ചുറ്റുവട്ടത്താണ് ഈ സെപ്റ്റ് ടാങ്ക് പൊട്ടിയിരിക്കുന്നത്. ഇത് അടിയന്തരമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ നല്ല പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അടിയന്തരമായി ഈ കംഫർട്ട് സ്റ്റേഷനിലെ കരാറ് കൊണ്ട് ഇത് നന്നാക്കിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നടപ്പാതയും കടന്ന് റോഡിലേക്കെത്തിയ പാഴ്ചെടികൾ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നു. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ കാഞ്ഞാണി കപ്പേളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ അതിർത്തിയിലെ പാഴ്ചെടികളാണ് റോഡിലേക്ക് അപകടകരമായി വളർന്ന തടസ്സമായി നിൽക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ വളവ് തിരിഞ്ഞ് എതിർദിശകളിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ പരസ്പരം വഴി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇരുചക്ര യാത്രക്കാരും കാൽനടക്കാരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പൊതുമരാമത്ത് അധികൃതരോ മണലൂർ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ആരോഗ്യമന്ത്രി. ജലദോഷം, ചുമ, വൈറൽ പനി, ഇൻഫ്ലുവൻസ H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലായും കാണുന്നത്. 3 ദിവസത്തിൽ അധികം നീണ്ടുനിൽക്കുന്ന പനിയോ അപായ സൂചനകളോ കണ്ടാൽ എന്തായാലും വിദഗ്ധ ചികിത്സ തേടണമെന്നും മന്ത്രി പറഞ്ഞു. പനിയോടുകൂടി ശ്വാസതടസ്സം, അമിതമായ നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, ബോധമില്ലാതെ സംസാരിക്കുക, ബോധക്ഷയം, കഫത്തിൽ രക്തത്തിന്റെ അംശം, അമിതമായ ക്ഷീണം തുടങ്ങിയ അപായ സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. എടശ്ശേരി CSM കിൻഡർ ഗാർട്ടനിൽ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ M ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ ആർട്ടിഫിഷ്യലി സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണോ അതോ നാച്ചുറലി വളർന്നു വരുന്നതാണോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് ആ രീതിയിലുള്ളൊരു ഭക്ഷണ രീതി നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തി കൊണ്ടുപോരാ എന്നുള്ളതിന് വലിയൊരു പങ്ക് രക്ഷിതാക്കൾക്കുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഓരോ പ്രശ്നമാണ് നമുക്ക്. അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റോട് ഉദ്ദേശിക്കുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ വൃത്തിയെ കുറിച്ച് പറയുന്നു. മനസ്സിലാവുണ്ടോ? അപ്പം കളിയിലൂടെ തന്നെ കുട്ടി അറിയാതെ തന്നെ നമുക്ക് അവരുടെ ആരോഗ്യം വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പരിപാടികളാണ് ഈ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദർ അലി, CM മുഹമ്മദ് ബഷീർ, CM സൈഫുദ്ദീൻ, KT രമ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. DYFI വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ പഠനോത്സവം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. KH സുൽത്താൻ, TG നിഖിൽ, നിലേഷ് ജിത്ത്, ER റെജിന, NS ഫാരിസ്, വാടനപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, പ്രധാനാധ്യാപിക സജീന, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള.
മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും
ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലൈബ്രറി സെക്രട്ടറിമാർക്കായി ഏകദിന ശില്പശാല നടത്തി. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പി തങ്കം ഉദ്ഘാടനം ചെയ്തു. KP വിനോദ് അധ്യക്ഷനായി. VK ഹാരി ബാബി, K വിശ്വംഭരൻ, VV ചിദംബരൻ, TB ശാലിനി, MS പ്രകാശൻ, VD പ്രേംപ്രസാദ്, KK രാമകൃഷ്ണൻ, സുലേഖ ജമാൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ലെമർ കിൻഡർ ഗാർഡനിൽ പ്രവേശനോത്സവം നടത്തി. ചെയർമാൻ MA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, ഡയറക്ടർ അഷറഫ്, PA ഹുസൈൻ, IT മുഹമ്മദ് അലി, പ്രിൻസിപ്പൽ ഖേനി മൈക്കൽ, CS സുവിത, നസീമ ഷംസുദ്ദീൻ, PA അംബ്ലി എന്നിവർ സംസാരിച്ചു. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഡിസ്കഷനും ഒരുപാട് പേരൻസിനോട് ചോദിച്ചിട്ടുമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞു മക്കളെ ഇവിടെ കൊണ്ടു ചേർത്തത്. അതിന് ആദ്യമായിട്ട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നിങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, എന്താണ് വിദ്യാഭ്യാസം? ഇതിന് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനതൊരു കഥയിലൂടെ പറയും. ആ കഥയുടെ അവസാനം നിങ്ങൾക്കത് മനസ്സിലാവണം. ഒരു കൂട്ടം കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഒരു ടീച്ചർ കയറിപ്പോയി നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം എന്ന് ചോദിക്കുകയുണ്ടായി. ഒരുപാട് പേര് എനിക്ക് പൈലറ്റ് ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് മെക്കാനിക് ആവണം, അങ്ങനെയൊക്കെ ഓരോരുത്തരെയും സ്വപ്നങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് ചന്ദ്രാപിനി SN വിദ്യാഭവനിൽ LKG പ്രവേശനോത്സവം നടന്നു. ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായി SN വിദ്യാഭവൻ എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുത്ത എൻ്റെ മുന്നിലുള്ള രക്ഷിതാക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് മക്കളുടെ വിദ്യാഭ്യാസം. അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ നമ്മൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കും. ട്രസ്റ്റ് ഭാരവാഹികളായ MS പ്രദീപ്, TS വിജയരാഘവൻ, TK രാജീവൻ, PT സുരേഷ് ബാബു, രാജ്കുമാർ കരുവത്തിൽ, പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, രോഷിമ റൌണി എന്നിവർ സംസാരിച്ചു. SN വിദ്യാഭവന്റെ അഭിമാനതാരമായ MS അനുഷ്കയെ ഉപഹാരം നൽകി ആദരിച്ചു. മാജിക് ഷോ, വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. വാർഷിക പദ്ധതി നിർവഹണത്തിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാനത്ത് 5ാം സ്ഥാനവും നേടി. നേട്ടം കൈവരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അനുമോദനം നൽകി. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അനുവദിച്ചു തരുന്ന ഫണ്ടുകൾ വളരെ കൃത്യമായി ഈ നാടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൈകളിലേക്ക്, പ്രദേശങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക് കൈമാറി കൊടുക്കുക, പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ അത് രൂപപ്പെടുത്തുക എന്ന ഏറ്റവും നല്ല ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് ഞങ്ങളുടെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇതിൽ കേവലം ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഴിവോ തന്റെ ഇടമോ പ്രവർത്തനത്തിന്റെ മികവോ അല്ല.
ഞങ്ങളുടെ ഭരണസമിതി 13 പേരുണ്ട്. ആ ഭരണസമിതിയിലെ എല്ലാവരും ഒരേ മനസ്സാൽ പ്രവർത്തിച്ചതിന്റെ ഭാഗവും ഞങ്ങളെ സഹായിക്കാൻ 5 പഞ്ചായത്തുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുണ്ട്. ആ 5 പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രവർത്തിച്ചതിന്റെ ഭാഗം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷനായി. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതു കണ്ണൻ, ശാന്തി ബാസി, PI സജിത, MR ദിനേശൻ, VR ജിത്ത്, ജനപ്രതിനിധികളായ KB സുരേഷ് കുമാർ, ബിജോഷ് ആനന്ദൻ, V കല, ജൂബി, വസന്ത ദേവലാൽ, KB സുധ, ഇബ്രാഹിം പടുവിങ്ങൽ, CR ഷൈൻ, ബഗീഷ് പൂരാടൻ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ നൽകി വരാറുള്ള KV പീതാംബരൻ സ്മാരക അവാർഡ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലുളി മുഹമ്മദ് കുട്ടിക്ക് ശ്രീകൃഷ്ണപുരം കഴിമ്പുഴയിലുള്ള വസതിയിൽ വെച്ച് സമീക്ഷാ ഭാരവാഹികൾ സമർപ്പിച്ചു. 10,000 രൂപയും മൊമന്റോയുമാണ് അവാർഡ്. സമീക്ഷാ ഭാരവാഹികളായ പ്രൊഫസർ TR ഹാരി, VN രണദേവ്, CS സുനിൽകുമാർ, സുജിത് നാരായൺ, TP ബിനോയ്, MP സജീവൻ, VR പ്രഭ, TK സജീവൻ, ശശികല എന്നിവർ പങ്കെടുത്തു. ഇനി വിദ്യാലയങ്ങളിലൂടെ. ഗ്രാമ്യ TMC 7ാമത് വിദ്യാഭ്യാസ പുരസ്കാര സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകര. 1891 ഗവൺമെന്റ് AV പ്രൈമറി സ്കൂൾ എന്ന പേരിൽ 40 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂൾ തിരുവാണിക്കാവ് സ്കൂൾ എന്നാണ് പഴമക്കാർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. 1919 ലോവർ സെക്കൻഡറി സ്കൂളായും 1930 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. നാട്ടിക, വലപ്പാട്, കാട്ടൂർ, കരാഞ്ചിറ, ഏനാമാവ്, അന്തിക്കാട് എന്നീ സ്ഥലങ്ങളുള്ളവർ പോലും പഠനത്തിനായി ഈ സ്കൂളിലെയാണ് ആശ്രയിച്ചിരുന്നത്. 1991 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. 2 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുമുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് 30ഓളം വിദ്യാർത്ഥികൾ ഈ വർഷം എല്ലാ വിഷയത്തിനും A+ കരസ്ഥമാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ 30 കുട്ടികളുടെ മാത്രം വിജയമല്ല. 230 കുട്ടികൾ പരീക്ഷ എഴുതിയെടുത്ത് 8ൽ 1 കുട്ടി വീതം എല്ലാ വിഷയത്തിനും A+ നേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്കും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇവിടുത്തെ PTA മെമ്പേഴ്സിനും ഇവിടെ പഠിക്കാനായി വരുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾക്കും അത് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. നമസ്കാരം, എൻ്റെ പേര് ബിന്ദു പേരാത്ത്. ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ഇൻചാർജാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 16 വർഷമായി ഞങ്ങൾക്ക് 100% വിജയമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. 2 ഫുൾ A+ ലഭിച്ചിട്ടുണ്ട് ഇവർക്ക്. എല്ലാ അധ്യാപകരും എല്ലാ വിദ്യാർത്ഥികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും PTA ഒക്കെ സഹായം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഒക്കെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ദിര ടീച്ചർ, കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറായിരുന്നു 10ൻ്റെ. ഞങ്ങൾക്ക് തുടർച്ചയായി 16 വർഷമായി ഫുൾ A+100% കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് സുനിത. ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA വൈസ് പ്രസിഡൻ്റാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം 230ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയാലും 30 കുട്ടികൾ ഹയർ സെക്കൻഡറി സെക്ഷനിലും 2 കുട്ടികൾ SSLCയിലും ഫുൾ A+ നേടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ 4-5 കുട്ടികൾക്ക് കൂടുതൽ ഇത്തവണ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സമയം തന്നെയാണിത്. ഹായ്, എൻ്റെ പേര് ശ്രീജിത്ത് DS, ഇത് ശൈലേഷ്. ഞങ്ങൾ രണ്ടുപേരും GHSS പെരിങ്ങോട്ട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ചെറുപ്പം തൊട്ട് ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ടീച്ചർമാർക്കും സ്കൂളിനും എല്ലാവർക്കും നന്ദി. TMC ഗ്രാമീയ പുരസ്കാരത്തിന് ഞങ്ങളെ അർഹരാക്കിയ എല്ലാ TMC പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചതിലും നന്ദി പറയുന്നു.
എൻ്റെ പേര് കൃഷ്ണപ്രിയ. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തീർത്ത് ഇപ്പം നിൽക്കുകയാണ്. റിസൾട്ടിൽ ഫുൾ A+ ഉണ്ട്. അതിൽ ഈ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എഫേർട്ടും ഉണ്ട്. അതിന് ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും അതുപോലെ അവർ തരുന്ന നോട്ട്സും ഒക്കെയാണ്. പിന്നെ ലാബറട്ടറി വർക്ക്സൊക്കെ ആണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ആത്മജ. ഞാനിവിടെ ഹ്യൂമാനിറ്റീസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫുൾ A+ ഉണ്ട്. എനിക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിലെ 30 പേർക്ക് ഫുൾ A+ ഉണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിനൊക്കെ കാരണം നമ്മുടെ ടീച്ചേഴ്സാണ്. എല്ലാ ടീച്ചേഴ്സും നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യത്തിലായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് ശ്രീവിധു. എനിക്ക് ഫുൾ A+ ആണ്. എനിക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഫുൾ A+ ആണ്. എൻ്റെ ഫുൾ A+ൻ്റെ ഏറ്റവും വലിയ കാരണം പറയാൻ തന്നെ ഞങ്ങൾ ടീച്ചർമാരാണ്. അവരുടെ സപ്പോർട്ട്, ഇതപ്പോൾ ഈ സ്കൂളിൻ്റെ സപ്പോർട്ട് എല്ലാവരും കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ കിട്ടിയത്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് അന്തിക്കാട് ഹൈസ്കൂളിലാണ്. കർഷക തൊഴിലാളികളും ചെത്തുതൊഴിലാളികളും പിന്നോക്ക വിഭാഗക്കാരുമായ ഏറെ പേരുടെ വിദ്യാഭ്യാസ നിർവഹണം അസാധാരണമായിരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ തൽപരരായ ഏതാനും വ്യക്തികൾ ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിന്റെ ഫലമായാണ് സ്കൂൾ 1950 സ്ഥാപിതമായത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളായ ചെങ്ങല്ലൂർ തിരുമേനി, ഭാവ തുടങ്ങിയവരാണ്. 84 നമ്പർ അന്തിക്കാട് പരസ്പര സഹായ സഹകരണ സംഘമാണ് സ്കൂൾ ആരംഭിച്ചത്. സ്കൂളിന്റെ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും അടങ്ങുന്ന പഴയ കെട്ടിടങ്ങളിലാണ് അന്നത്തെ പ്രവർത്തനം ആരംഭിച്ചത്. സഹകരണ സംഘമാണ് സ്കൂളിന്റെ എല്ലാ പണിയും നടത്തിയിരുന്നത്. 1972 സഹകരണ സംഘം നിർത്തുന്ന സാഹചര്യം വന്നപ്പോൾ ആ സ്കൂളിലെ സ്റ്റാഫ് സ്കൂൾ വിലക്കെടുക്കുകയായിരുന്നു. പിന്നീട് സ്റ്റാഫ് മാനേജ്മെന്റ് ശ്രദ്ധമായും ധനം സമാഹരിച്ചും സിനിമാ പ്രദർശനം മുതലായവ നടത്തി അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചും കെട്ടിടങ്ങളുടെ പണി തുടങ്ങി. കുട്ടികളുടെ എണ്ണവും ക്ലാസ് ഡിവിഷനുകളും വർദ്ധിച്ചപ്പോൾ സ്റ്റാഫ് മാനേജ്മെന്റ് തന്നെ ആവശ്യാനുസരണം കെട്ടിടങ്ങൾ നിർമ്മിച്ചു. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളും കണ്ടശാങ്കടവ് ഹൈസ്കൂളും മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഹൈസ്കൂളുകൾ. അതിനാൽ നിർധന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ഈ സ്കൂൾ സ്ഥാപിതമായതോടെ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. കുട്ടികൾ വർദ്ധിച്ചതിനാൽ പിന്നീട് ഷിഫ്റ്റ് സമ്പ്രദായം നിലവിൽ വന്നു. 7 മണി മുതൽ 12 മണി വരെ ഒരു വിഭാഗവും 1 മണി മുതൽ 5 മണി വരെ ഒരു വിഭാഗവുമാണ് ക്ലാസുകൾ നടത്തിയിരുന്നത്. അന്ന് 5ാം ക്ലാസ് 9ൽ കൂടുതൽ ഡിവിഷനും 6ഉം 7ഉം ക്ലാസുകൾ 12ൽ കൂടുതൽ ഡിവിഷനും ഉണ്ടായിരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് പട്ടികജാതി കുട്ടികൾ വിദ്യാഭ്യാസത്തിന് എത്തിത്തുടങ്ങിയത്. അതും വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്തിക്കാട് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് VR ഷില്ലി ടീച്ചറാണ് ഞാൻ. ഇത്തവണ നമ്മുടെ SLC 256 കുട്ടികൾ പരീക്ഷയ്ക്കിരുന്നു. 256 ആളും പാസ്സായി. 55 ഫുൾ A+ നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി ഏറ്റവും കൂടുതൽ A+ കിട്ടിയ ഒരു വിദ്യാലയമാണ്. തുടർച്ചയായി 100% ഇത്തവണയും നമ്മൾക്ക് നേടിയിരിക്കുന്നു. ഗ്രാമ്യ പുരസ്കാരം, TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് SLC +2 ഫുൾ A+ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും പുരസ്കാര വിതരണവും നടത്തുന്നതിൽ വളരെയധികം സന്തോഷം. അതിൽ നമ്മുടെ കുട്ടികൾ 55 പേർക്കും ക്യാഷ് അവാർഡ് കിട്ടുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. എൻ്റെ പേര് പ്രിജി. ഈ വിദ്യാലയത്തിലെ മലയാള അധ്യാപികയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ വിജയം എന്നാൽ ഈ നാടിൻ്റെ വിജയം തന്നെയാണ്. വലിയൊരു കൂട്ടായ്മ നമുക്കിവിടെയുണ്ട്. PTA, MPTA, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവരുടെയും വളരെ സഹകരണത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു മഹത്തായ വിദ്യാലയമാണ് നമ്മുടേത്. കുട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതുപോലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് നമുക്കുള്ളത്. ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയോടെ അവർ നിറവേറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നല്ല ശ്രദ്ധയും പരിചരണവും അതുപോലെ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണവും നൈറ്റ് ക്ലാസ്സുകളും മറ്റ് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉൾപ്പെടെ എല്ലാം നൽകി കുട്ടികളെ ഈ വിജയത്തിലേക്ക് എത്തിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ വികസനമാണ് ഒരു വിദ്യാലയം നല്ല രീതിയിൽ പോകാമെന്നുള്ളത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് അന്തിക്കാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്തിക്കാട് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും
ഉന്നത വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത്. മുൻകാലങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒരു വിജയത്തിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടുകളുടെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടുത്തെ അധ്യാപകർ നല്ല രീതിയിൽ പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അന്തിക്കാട് ഹൈസ്കൂളിൽ ഉന്നത വിജയം നമുക്ക് നേടാൻ തന്നത്. എൻ്റെ പേര് നന്ദന മോഹനൻ. ഞാൻ ഹൈസ്കൂൾ അന്തിക്കാടിൽ പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷം ഫുൾ A+ വന്ന് നിൽക്കുന്നതിൽ. തുടർച്ചയായി 100% വിജയം കൈവരിക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനും PTA മെമ്പേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സാരംഗ് ടിയാർ. ഞാൻ 5ാം ക്ലാസ് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പഠനത്തിലും എനിക്ക് A+ നേടിത്തരുന്നതിലും ഇവിടുത്തെ ടീച്ചർമാർ ഓരോരുത്തരും വഹിച്ച പങ്ക് അവരുടേതായ നിലയിൽ വളരെ വലിയ പങ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടീച്ചർമാരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള 256 കുട്ടികളിൽ 56 പേർക്കും ഫുൾ A+ നേടുവാനായിട്ട് സാധിച്ചത്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയും അതിനുശേഷം പരീക്ഷാകാലങ്ങളിൽ കൂടുതൽ സമയവും ടീച്ചർമാർ കുട്ടികളോടൊപ്പം അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പകർന്നുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ടീച്ചർമാരുടെ ഈ കഠിനാധ്വാനം എന്തുകൊണ്ടും ഈ ഒരു പരീക്ഷാകാലത്ത് വളരെ വിലപ്പെട്ട തന്നെയാണ്. അവരോടുള്ള നന്ദി അർപ്പിക്കാനാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. വടനപ്പള്ളിയിലെ ആദ്യകാല RSS പ്രവർത്തകൻ AR അയ്യപ്പൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. 1953 തൃശൂർ ജില്ലയിലെ RSSന്റെ ആദ്യ ശാഖാ പ്രവർത്തനം തുടങ്ങിയ വടനപ്പള്ളി ശാഖയിലെ അംഗമായിരുന്നു AR അയ്യപ്പൻ. ഒരു കാലത്ത് മുഴുവൻ സമയ സംഘം പ്രവർത്തകനായിരുന്നു. ജനസംഘം, BMS, മത്സ്യപ്രവർത്തക സംഘം, BJP തുടങ്ങി പരിവാർ സംഘടനകളെല്ലാം ഉയർന്ന പദവികൾ വഹിച്ചിട്ടുണ്ട്. വടനപ്പള്ളി തളിക്കുളം മേഖലകളിൽ മുക്കുവ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച വ്യക്തിത്വം. വടനപ്പള്ളി തളിക്കുളം സാമുദായിക ഉത്സവത്തിന്റെ പ്രധാനി, ബീച്ചിലെ മരണാനന്തര കമ്മിറ്റിയുടെ സ്ഥാപകൻ, അമൃതബോധിനി സഭയുടെ സ്ഥാപകൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. തളിക്കുളം AM UP സ്കൂൾ സമുദായ നേതൃത്വത്തിന്റെ കീഴിൽ ഏറ്റെടുക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചു. ഭാര്യ സുലോചന, മക്കൾ സൈലേഷ്, സതീഷ്, ശൈലജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണിയിലെ ജനകീയ ഹോട്ടലിന്റെ മേൽക്കൂര അപകടാവസ്ഥയിൽ. അന്തിക്കാട് കാഞ്ഞാണി റോഡിലേക്ക് ഇറങ്ങിയ പൊന്തക്കാടുകൾ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നു. പകർച്ചപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.